വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. സ്പെഷ്യൽ വ്ളോഗ് നല്ല കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോമ്പ് പ്രമാണിച്ചിട്ടുള്ള ക്ലീനിങ് ഉണ്ട്. അപ്പോൾ വീട് മൊത്തം ക്ലീൻ ചെയ്യലും ആകെ അലമ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ ഒഴിച്ചുള്ളി പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്തായാലും വേണം. റംസാൻ്റെ സമയത്തൊക്കെ വാഷിംഗ് മെഷീൻ എന്തായാലും വേണം. വാഷിംഗ് മെഷീൻ കേടായിട്ട് ഏകദേശം 1 മാസത്തോളം ആയി. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോപ്പിലോട്ട് പോയത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഉപ്പളയിലെ അപ്സര ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ആമസോണിൽ നോക്കിയിട്ടുള്ള ഏകദേശം അതേ ഒരു സെയിം വിലക്ക് തന്നെ എനിക്ക് ഇവിടുന്ന് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. 7.5 kgയുടെ LGയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആമസോണിലും സെയിം പ്രോഡക്റ്റ് തന്നെയുണ്ട്. ആരെങ്കിലും വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, പോയി വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായി മന്തി കഴിക്കണം എന്നൊരാഗ്രഹം വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണ് വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് നേരെ ഉപ്പളയിൽ ഫേമസ് ആയിട്ടുള്ള മന്തി റെസ്റ്റോറൻറ്റിലോട്ട് വിടുകയാണ്. അപ്പോൾ ഉപ്പളയിൽ നിന്ന് മാംഗ്ലൂർ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഉപ്പള ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഇവിടുത്തെ മന്തി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ അൽഫാമൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അൽഫാം മന്തിയും സാദാ മന്തിയും എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ദാ ഇവിടെ കുഴിമന്തി റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ മജ്ലിസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ മജ്ലിസിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ടേബിളിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ നമ്മളെ മന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അൽഫാം മന്തിയാണ്. അപ്പോൾ അൽഫാം മന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മന്തി ഇവിടുത്തത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ഈ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് മന്തിക്ക് കിട്ടിയേയില്ല. ഇനിയിപ്പോൾ ഏത് ഫ്ലേവർ ആയിക്കോട്ടെ, മട്ടൻ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, അൽഫാം മന്തി ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മന്തി. അപ്പോൾ ഇതുവഴി ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് തീർച്ചയായിട്ടും മന്തി കഴിക്കുക. ഷുവറാണ്, 100% ഷുവറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമുക്ക് വേറെ അവിടെ കാര്യങ്ങളൊന്നുമില്ല. വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് മാത്രമാണ് അന്ന് ഉപ്പളയിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡെലിവറി വീട്ടിലോട്ട് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയമാകുമ്പം തന്നെ വാഷിംഗ് മെഷീൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചുള്ളിപ്പണി ചെയ്യുന്നത് ഈ വാഷിംഗ് മെഷീൻ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ആവുന്ന സമയത്ത് വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് റെഡിയാക്കിയിട്ട് വീടിൻ്റെ മുകളിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഞാനും ഉമ്മയൊക്കെ എങ്ങനെയൊക്കെയോ അതിനെ കൊണ്ടുപോയിട്ട് മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ. ഇത് എത്രത്തോളം ഇടങ്ങേറാക്കാൻ പറ്റുമോ അത്രത്തോളം ഇടങ്ങേറാക്കിയിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് തുണികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രഷായിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചുള്ളിപ്പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ബെഡ്റൂമിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ബോധം പോകരുത് കേട്ടോ.
അത്രയും വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴയ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഷോക്കേജൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി മേലാൽ ഇതുപോലത്തെ ഷോക്കേജ് ആരും വീട് വെക്കുന്നവർ വെക്കരുത് കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാനുള്ള പാട് അത് ഒന്നൊന്നര പാട് തന്നെയാണ്. അപ്പോൾ ഞാനിതാ മോനെ ഇവിടെ ബെഡിൽ ഇരുത്തിയിട്ട് ആണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഷോക്കേജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം നല്ല അഴുക്കുണ്ട് മൊത്തത്തിൽ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പം പ്രത്യേകിച്ചിട്ട് പറയണ്ടല്ലോ. ചുമരെല്ലാം ഇവരുടെ കലാവിരുത് കൊണ്ട് മൊത്തത്തിൽ അങ്ങ് എന്താ പറയുക, ചിത്രം കൊണ്ട് വരച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെയിൻറ് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നോമ്പിന് മുന്നേ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഞാനും ഉമ്മയും കൂടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതിനിടക്ക് ഉമ്മ പുറത്ത് ജനാല അതുപോലെ തന്നെ വാതിൽ അതുപോലൊക്കെ കഴുകുന്നുണ്ട്. അപ്പം എനിക്ക് ഇതിനുള്ളിൽ തന്നെ ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. അപ്പം ദാ ഉമ്മയുടെ പണിയും കൂടെ നമുക്കൊന്ന് കണ്ടുവരാം. ദാ ഇവിടെ ജനാല കഴുകുകയാണ് കേട്ടോ. മുൻവശത്തുള്ള ജനാല പിന്നെ ഡോറ് അതൊക്കെ കഴുകി എടുത്തിട്ടുള്ളത് ഉമ്മയാണ്. പിന്നെ സോഫ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉമ്മയാണ് കഴുകിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ഗ്ലാസ് ഒന്ന് ആദ്യം ഡിറ്റർജൻറ്റ് ഇട്ട വെള്ളത്തിൽ കഴുകി, എന്നിട്ട് അതിനുശേഷം നല്ല വെള്ളത്തിലും കൂടി ഒന്ന് കഴുകി എടുത്തിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു ഉണക്ക ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മക്ക് ജനലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഡോറ് കഴുകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോറും ഉമ്മ നന്നായിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഭയങ്കര പൊടിയുടെ സമയമായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലായിടത്തും അഴുക്ക് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമല്ലോ, അവിടെ മൊത്തം അഴുക്കാണ്. ഞാനത് വഴിയെ കാണിച്ചു തരാം, എൻ്റെ ബെഡ്റൂമിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതാ എൻ്റെ ഗ്ലാസ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കണം. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു അലമാര എനിക്ക് ശരിക്കും കണ്ട ഇഷ്ടേ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ ഷോക്കേജ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സൈഡ് ഒരു എന്താ പറയുക, സൈഡ് ഒരു കബാർഡ് പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എനിക്കിവിടെ വേറെ ബെഡ് സൈഡർ ഒന്നുമില്ല. ആ ഒരു ഉള്ള ഷെൽഫിൽ മൊത്തം ഡ്രസ്സുകളാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ഫാർമസിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പാർലറും ഒക്കത്തിനും ഈ ഒരു അലമാര തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു ലൈബ്രറിയും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ പഴയൊരു ആൽബം കിട്ടി. നമ്മൾ കല്യാണം കഴിഞ്ഞ പാടെ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ആയിരുന്നു ഈ ഒരു ആൽബത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫാർമസി ഇവിടെയാണ്, അപ്പുറത്തെ സൈഡാണെങ്കിൽ ബ്യൂട്ടി പാർലറും. അപ്പോൾ എനിക്ക് കോസ്മെറ്റിക്സും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നൊക്കെ വെക്കാനായിട്ട് വേറെ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് വെക്കാറ്. കുട്ടികളുടെ പനിയുടെ മരുന്ന്, ചുമയുടെ മരുന്ന് അതുപോലെയൊക്കെ ഉള്ളവയൊക്കെ ഞാൻ സ്റ്റോക്ക് വെക്കും കേട്ടോ. പെട്ടെന്ന് എപ്പോഴാണ് ചെറിയ കുട്ടികളുള്ളവർക്ക് വയ്യാതാവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലത്തെയൊക്കെ ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ മുകളിലുള്ള തട്ട്, അതും പിന്നെ നമ്മുടെ സെൽഫിൻ്റെ വാർഡ്രോബിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഭയങ്കരമായിട്ട് പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മാസ്ക് യൂസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നാണ് അലർജി വരിക. ഇതുപോലത്തെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പോൾ മുകളിലെല്ലാം താഴെ ഇട്ടപ്പോഴുള്ള പുകയിൽ നിങ്ങൾ കണ്ടതാണല്ലോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാ ബെഡ്റൂമിലും. ഉമ്മ ക്ലീൻ ചെയ്യുന്ന ബെഡ്റൂമിലൊക്കെ ഇതുപോലെ തന്നെയാണ്. എൻ്റെ കയ്യിൽ അധികം ബുക്സാണ് കേട്ടോ മുകളിലുള്ളത്. ആ ഒരു ബാഗ്സിലൊക്കെ ആയിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ ബുക്സാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഇതുപോലത്തെ സൂട്ട് കേസിലും 2 സൂട്ട് കേസും കുറേ ബാഗ്സും ഒക്കത്തിനും ബുക്കാണ്. ഈ ഒരു ഇതിൽ മാത്രം, ഈ ഒരു കാർഡ്ബോർഡിൽ മാത്രം എനിക്ക് ജോഷ് എന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചായിരുന്നു. കുട്ടികളത് ജസ്റ്റ് കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ അത് ഉടച്ചിട്ടൊക്കെ എറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് എടുത്തു വെച്ചതാണ്. ഇരുന്നോട്ടെ, ഗിഫ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട്.
അപ്പോൾ അന്ന് ജോഷിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിൽ ബലൂൺ കണ്ടപ്പോൾ മോന് അത് ഊതിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അവന് ഊതി കൊടുക്കുകയാണ്. ഇതുപോലത്തെ കമ്പിയുള്ള ജനാല കഴുകാൻ ഭയങ്കര പാട് തന്നെയാണ് കേട്ടോ. ഭയങ്കര പാടാണ്. കാരണം കൈ മൊത്തത്തിൽ വേദനിക്കും. ഓരോ ഇങ്ങനെ കള്ളിയും നമുക്ക് കഴുകിയെടുക്കണമല്ലോ. പിന്നെ പുറത്ത് പോയിട്ട് ഡോറും ഒക്കെ ഇത് നമ്മുടെ കസേര ഉണ്ടല്ലോ, കസേര അട്ടിക്ക് ഇതുപോലെ വെച്ചിട്ടൊക്കെയാണ് ഞാനത് കയറിയിട്ട് തുടച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്ക് വൈകുന്നേരമായിട്ടോ, കുറേ നേരമായി. ഞങ്ങൾ ക്ലീനിങ് രാവിലെ തുടങ്ങിയതാണ്, വൈകുന്നേരമായി. ഇതാ മോള് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. अरबी ले एक क्रेडिट या गुड. അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പം എല്ലാം ബെഡ്ഷീറ്റും അതുപോലെ തന്നെ എല്ലാ ബ്ലാങ്കറ്റ്സും കർട്ടനും ഒക്കെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യും റംസാനിന് മുമ്പായിട്ട്. അപ്പോൾ ഇത്രയും അഴുക്കാണ് കേട്ടോ നമ്മുടെ വീടിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഞാൻ പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മോനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മഗ്‌രിബൊക്കെ കഴിഞ്ഞല്ലോ, കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അതിനിടയിൽ അതൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവനെ ഒന്ന് ഉറക്കുകയാണ്. രാവിലെ തൊട്ട് ഉറങ്ങിയിട്ടേ ഇല്ല കുഞ്ഞ്. ഞാൻ പണിയിലായതുകൊണ്ട് തന്നെ അവന് രാവിലെ പകലൊന്നും ഉറക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് കിച്ചണിൽ വന്നിട്ട് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്പോഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കിച്ചണിൻ്റെ പണിയൊന്നും ഈ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പണിയും ഒരേ ദിവസം നടക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൽ എന്താ പറയുക, ഡെയിലി ഉള്ള ക്ലീനിങ് അല്ലാണ്ട് എക്സ്ട്രാ ഡീപ്പ് ക്ലീന് കിച്ചണിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്പോഞ്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ട് വീട് തുടക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലോട്ട് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പം ഈ ഒരു ഡിറ്റർജൻറ്റ് ഇട്ട വെള്ളത്തിൽ തുടച്ചതിന് ശേഷം വീണ്ടും നല്ലൊരു വെള്ളത്തിൽ നന്നായിട്ട് മുക്കി പിഴിഞ്ഞിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ വീട് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ തുടക്കാൻ പോകുമ്പോഴത്തേക്കും 2 കേക്ക് ഓവനിൽ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 4 കേക്കാണ് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സ്പോഞ്ച് റെഡിയാക്കിയിട്ട് ഞാനൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അതിനിടയിൽ ഉമ്മ രാത്രിയിലേക്കുള്ള അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ അപ്പുറം ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്കുന്നത്. രാവിലെ തുടങ്ങിയ ജോലിയാണ്. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കൈ മുഴുകൊക്കെ കഴുകിയിട്ടാണ് കേക്ക് ക്രം കോട്ടിങ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ 4 കേക്കും ഞാൻ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പണി ഇവിടത്തോട്ട് തീരുവാണ്. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് പിറ്റന്നാൾ രാവിലെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. രാവിലെ തന്നെ വന്നായിരുന്നു കേട്ടോ കസ്റ്റമറോട് ഞാനൊരു 10:30-11 മണിയാവുന്ന സമയത്താണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊരു 10 മണിയാവുമ്പം തന്നെ വന്നായിരുന്നു. പിന്നെ അവരെ അവിടെ ഓട്ടോയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 2 കേക്കും ഒരേ
കസ്റ്റമറിനാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ബാക്കി 2 വൈകുന്നേരമാണ് കൊടുക്കാനുണ്ടായത്. വൈകുന്നേരമല്ല, ബാക്കി ഇത് കൊടുത്തതിന് ശേഷം ഒരെണ്ണവും പിന്നെ ഒന്ന് വൈകുന്നേരവുമാണ്. അപ്പോൾ ഈ 2 കേക്കാണ് കേട്ടോ ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമറെ പുറത്ത് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്തു കൊടുത്ത കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കും കൊണ്ട് കസ്റ്റമർ പോയി. പിന്നെ അതിനുശേഷം പെട്ടെന്ന് തന്നെ വേറൊരു കേക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മറ്റേ ചാനലിൽ ഇടാം കേട്ടോ. കാരണം ഇതിലൊരുപാട് വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട് എല്ലാം കൂടി കാണിക്കുമ്പം. അപ്പോൾ ആ ഒരു കേക്കും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ലിവിങ് റൂമിലുള്ള ആ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ലുഹറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ലുഹർ നിസ്കരിച്ച് കഴിയുമ്പം നമ്മുടെ കയ്യിൽ ഉള്ളു ഉണ്ടാവുമല്ലോ, അപ്പോൾ അതേ ഉള്ളോട് കൂടിയിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇതിൽ കുറേ ഖുർആനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും കൈകാര്യം ചെയ്യണമെങ്കിൽ ഉള്ളു വേണമല്ലോ. അപ്പോൾ ഉള്ളോട് കൂടിയിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. ഇന്നലെ ഞാനിത് ക്ലീൻ ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. ആകെ വൃത്തികേടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുസാഫ് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം ഈ ഒരു ഇത് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ചെയ്യാത്തതും. അപ്പോൾ ഇത് ഞാനൊന്ന് അടുക്കിപ്പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ടുള്ള ക്ലീനിങ് ഈ ഒരു പണിയായിരുന്നു. കിച്ചണിൻ്റെത് ഇന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് 4 കേക്ക് ഓർഡർ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോവാന്നുള്ളത് ഭയങ്കര പാട് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് വീട് ക്ലീനായി കിട്ടിയത് ഒരു 3 ദിവസം എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് ആ ജനലിലൂടെ പുറത്ത് കർട്ടനൊക്കെ കഴുകിയിട്ടിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ മൊത്തത്തിൽ അങ്ങ് കിച്ചൺ ക്ലീൻ ചെയ്യലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കിച്ചണ് ജസ്റ്റ് ഒന്ന് മാറാലയൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മുടെ മുകളിൽ സ്ലൈഡ് ഉണ്ടല്ലോ, സ്ലൈഡിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് താഴെ ഇട്ടിട്ട് അത് ഞാൻ താഴെ ഇട്ട് കൊടുത്തു. ഉമ്മ കഴുകി തന്നു. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വാൾപേപ്പറാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നത് ഉമ്മയാണ്. ഞാനതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാൾപേപ്പർ ഒട്ടിച്ചത് കൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിൽ വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ ചുമരത്താണ് കുട്ടികൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ വീട് മഴക്കാലത്ത് ഇങ്ങനെ എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, ആ ഒരു ഈർപ്പം കൊണ്ട് തന്നെ മൊത്തത്തിൽ പെയിൻ്റൊക്കെ ഒരു വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പാത്രത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് ചിലപ്പം ഒരു ദിവസം ഞാൻ ചെയ്യും. അപ്പോൾ അത് ചിലപ്പം പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കൂല. അപ്പോൾ ഇതൊക്കെ എൻ്റെ കേക്കിൻ്റെ മെറ്റീരിയൽസ് മൊത്തം വെക്കുന്ന ഒരു എന്താ പറയുക, കിച്ചണിൽ ഒരു കബോർഡേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കള്ളിയിൽ എൻ്റെ കേക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡസ്റ്റ് കളക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നോമ്പിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.